നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ചരിത്രത്തിൽ ഇടം നേടിയ നഗരമാണ് മലപ്പുറത്തെ കോട്ടക്കൽ. ആയുർവേദ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന കോട്ടക്കലിനെ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധേയമാക്കുന്നതിൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പങ്ക് ചെറുതല്ല. 100 വർഷം മുൻപ് മുതൽ ഇങ്ങോട്ട് കോട്ടക്കലിന്റെ ചരിത്രവും വർത്തമാനവും ആര്യവൈദ്യശാലയുമായി ഇഴചേർന്ന് കിടക്കുകയാണ്. ലോകപ്രശസ്ത ആയുർവേദ നഗരമെന്ന ഖ്യാതിയുള്ള കോട്ടക്കലിന് വർഷങ്ങളുടെ പഴക്കവും പാരമ്പര്യവുമുണ്ട്. അതിനപ്പുറത്ത് കേരളത്തിലെ അതിപുരാതനമായ സാംസ്കാരിക നഗരം കൂടിയാണ് കോട്ടക്കൽ. വള്ളുവക്കോനാതിരി മുതൽ PS വാര്യർ വരെ നീണ്ടുകിടക്കുന്ന നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട് കോട്ടക്കലിന്. വള്ളുവക്കോനാതിരിയിൽ നിന്നാണ് ആധുനിക കോട്ടക്കലിന്റെ ചരിത്രം തുടങ്ങുന്നത്. ഹൈദരലി, ടിപ്പു സുൽത്താൻ, സാമൂതിരി തുടങ്ങിയവർ വിവിധ കാലഘട്ടങ്ങളിൽ ഈ മണ്ണിൽ പടയോട്ടം നടത്തിയിട്ടുണ്ട്. കോട്ടക്കൽ കിഴക്കേ കോവിലകത്തെ മനോരമ തമ്പുരാട്ടി കോട്ടക്കലിലേക്ക് കൊണ്ടുവന്ന പന്നിയമ്പള്ളി കുടുംബാംഗങ്ങളുടെ പരമ്പരയിലാണ് PS വാര്യർ ജനിക്കുന്നത്. പിന്നീട് PS വാര്യരുടെ നേതൃത്വത്തിൽ വളർന്ന കോട്ടക്കൽ ആര്യവൈദ്യശാല വഴി ലോകം മുഴുക്കെ ആയുർവേദത്തിന്റെ കേന്ദ്രമായി മാറി കോട്ടക്കൽ. 1902 കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപിതമാകുന്നത്. ആ കാലഘട്ടത്തിൽ ഈ സ്ഥാപനം വളരെ, അതായത് PS വാര്യർ എന്ന വൈദ്യൻ വളരെ ചെറിയ തോതിൽ തുടങ്ങിയൊരു സ്ഥാപനമായിരുന്നു. പിന്നീട് അതിന് അദ്ദേഹത്തിൻ്റെതായ പ്രയത്നങ്ങൾ കൊണ്ടുണ്ടായ വളർച്ചയാണ്. അത് അഭൂതപൂർവമായ വളർച്ചയായിരുന്നു. PS വാര്യർ തുടങ്ങിവെച്ച കോട്ടക്കൽ ആര്യവൈദ്യശാല ക്രമേണ വളർന്ന് PK വാര്യർ വഴി ആയുർവേദ ചികിത്സയുടെ കോട്ടക്കൽ പെരുമ പിന്നീട് ലോകമറിഞ്ഞു. PS വാര്യരുടെ കുടുംബം പന്നിയമ്പള്ളി കുടുംബത്തെ കോട്ടക്കലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരായത് മനോരമ തമ്പുരാട്ടിയാണ്. പിന്നീടൊരു ചരിത്രം എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് PS വാര്യരുടെ ചരിത്രമാണ്. PS വാര്യർ കാലത്തിന് മുമ്പേ നടന്ന ഒരു മഹാപുരുഷനാണ്. PS വാര്യരുടെ കാലത്തോടു കൂടി ആയുർവേദ രംഗത്ത് മാത്രമല്ല കലാരംഗത്തും സാഹിത്യരംഗത്തും എല്ലാം കോട്ടക്കൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗ്രാമമായി തീരുന്നു. മതസാമുദായിക സൗഹാർദ്ദവും കോട്ടക്കൽ ദേശത്തിന്റെ സവിശേഷമായ ചരിത്രമാണ്. മലബാർ കലാപകാലത്ത് PS വാര്യരുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകൾ ഏറെ ശ്രദ്ധേയമാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാല കുടുംബത്തിന്റെ തറവാട് വീടിന് മുന്നിൽ മതസൗഹാർദ്ദത്തിന്റെ ആ പ്രതീകം കാണാം. അദ്ദേഹത്തിൻ്റെ PS വാര്യർ ഹൃദയ വിചാരത അതിൻ്റെ ഗേറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിന് എല്ലാ മതങ്ങളുടെയും ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെയധികം മതസൗഹാർദ്ദം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ആയുർവേദ ചികിത്സാ രംഗത്ത് മികവ് കണക്കിലെടുത്ത് PK വാര്യരെ രാജ്യം പത്മശ്രീ, പത്മവിഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ നൽകി ആദരിച്ചു. വൈദ്യ കുലപതികൾ എന്നതിനപ്പുറം PS വാര്യരും PK വാര്യരും കോട്ടക്കൽ ദേശത്തിന്റെ വളർച്ചയിലും ചരിത്രത്തിലും നിർണായക പങ്കുവഹിച്ചാണ് കടന്നുപോയത്. വള്ളുവക്കോനാതിരി സ്ഥാപിച്ച കോട്ടയുടെ പേരിലാണ് പ്രദേശത്തിന് കോട്ടക്കൽ എന്ന് നാമകരണം ചെയ്യപ്പെടുന്നത്. അഹമ്മദ് മുസ്തഫ, മീഡിയ 1, തിരൂർ.